കോൺഗ്രസിലെ അനൈക്യത്തിൽ അതൃപ്തി പരസ്യമാക്കിയ മുസ്ലിം ലീഗ് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എന്നും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നും കഴിഞ്ഞ ദിവസം എം.കെ. മുനീർ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. എ.കെ. ലതീഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലതീഷ, ഗുഡ് മോർണിംഗ്. എല്ലാ കാര്യത്തിലും വലിയ രീതിയിൽ യോജിപ്പാണ് എന്ന് പുറമേക്ക് പറയുമ്പോൾ അസ്വാരസ്യങ്ങൾ അവർക്കിടയിലുമുണ്ട്, UDF-നിടയിലുമുണ്ട്. ഏറ്റവും അവസാനമായി തരൂറിൻ്റെ ലേഖനം വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനോട് ഒട്ടും യോജിക്കാത്ത രീതിയിലാണ് മുസ്ലിം ലീഗ് നിലപാടെടുത്തത്. വരാനിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതു. കഴിഞ്ഞ ദിവസം ലീഗ് യോഗം ചേർന്ന് അവർ ആവശ്യപ്പെട്ടത് എങ്ങാനും UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കണം, പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കണം എന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ലീഗിനുള്ളിൽ നടക്കുമ്പോഴാണ് കോൺഗ്രസ് ജനവിരുദ്ധമായ വികസന വിരുദ്ധമായ നിലപാടെടുക്കുന്നത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അതിലൊരു അതൃപ്തി ലീഗിനുണ്ടാകുന്നു. ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ട് കാണാൻ പോകുന്നു. കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടിനെ അതിനെ എതിർത്ത് പറയാൻ തന്നെയാണ് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ പ്രതിഷേധം വ്യക്തമാക്കി. എം.കെ. മുനീർ, മുതിർന്ന ലീഗ് നേതാവാണ് എം.കെ. മുനീർ, അദ്ദേഹവും ഈ കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി പുനഃസംഘടന മുതൽ തുടങ്ങിയതാണ് വലിയ രീതിയിലുള്ള അടി കോൺഗ്രസിനുള്ളിൽ, അത് ലീഗിലേക്കും പടരുന്നു എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. വിനിഷ, മുസ്ലിം ലീഗ് വലിയ അമർഷത്തിലാണ്. കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു. 1.5 വർഷത്തിനിടയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വടംവലി ശക്തമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും KPCC അധ്യക്ഷൻ കെ. സുധാകരനും തമ്മിൽ യോജിച്ചല്ല മുന്നോട്ട് പോകുന്നതെന്ന അഭിപ്രായം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇത്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആണ് എന്ന് പരസ്യമായി പറയാൻ എം.കെ. മുനീറിനെ പോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു മുതിർന്ന നേതാവ് തയ്യാറായത് ഈ അനൈക്യത്തിൽ, കോൺഗ്രസിലെ അനൈക്യത്തിൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനുള്ള കടുത്ത അതൃപ്തി പരസ്യമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗിൻ്റെ നേതൃയോഗം ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കുന്നതിന് ഇനി കേരളത്തിൽ അത് സാധ്യമാകില്ല, ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള തരത്തിലേക്ക് മുസ്ലിം ലീഗ് കാണുകയും ലീഗ് ആ നിലയിലുള്ള ഒരു മുൻകൈ ഈ വിഷയത്തിൽ എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പരസ്യമായി ലീഗ് നേതൃത്വം ഇക്കാര്യം പറയുന്നില്ല. എന്നാൽ അവരുടെ തീരുമാനം അത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുമ്പ് ഇത്തരത്തിൽ കെ. കരുണാകരനും A.K. ആൻ്റണിയും എല്ലാം കേരളത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്ന ഘട്ടത്തിൽ ലീഗിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലും ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുമൊക്കെ ഉണ്ടായത് ഓർമ്മിച്ചു എടുത്തുകൊണ്ട് തന്നെയാണ് ലീഗ് ഈ തരത്തിലൊരു ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ശശി തരൂരിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേരളം നേടിയ നേട്ടങ്ങളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം വലിയ തോതിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയാക്കി. UDF-നുള്ളിലും ഏകാഭിപ്രായമല്ല ഇതിലുണ്ടായത്. അത്തരമൊരു ലേഖനം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് എഴുതിയത് അത് ഏത് തരത്തിൽ മുന്നണിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ലീഗ് നോക്കിയത്. കാരണം ലീഗിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്ന P.K. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്ത നേട്ടങ്ങളൊക്കെ ഉയർത്തി കാണിച്ചാണ് വാർത്താ സമ്മേളനം നടത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രചരണങ്ങളിലേക്കെല്ലാം ലീഗ് കടന്നതും. എന്നാൽ ശശി തരൂരിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് വി.ഡി. സതീശൻ, പ്രധാനമായും വി.ഡി. സതീശൻ തയ്യാറായത്. അതിൽ കടുത്ത ഭിന്നത കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപപ്പെട്ടു. അത് ഓരോരുത്തരുടെയും നിലപാട് വ്യക്തമാക്കുമ്പോഴുള്ള ഓരോരുത്തരുടെയും ഭാഷയിലുള്ള വ്യത്യാസമാണ്. അല്ലാതെ പാർട്ടിക്ക് വലിയ പോറലേൽക്കുന്ന സമീപനമൊന്നുമല്ല തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പരസ്യമായി തന്നെ കെ. സുധാകരന് പറയേണ്ടതായി വന്നു. ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഈ വിഷയം എത്തിയപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വളരെ കൃത്യമായി ശശി തരൂർ തൻ്റെ നിലപാട് വിശദീകരിച്ചു. അതിനുശേഷം തരൂർ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനം വളരെ ശ്രദ്ധേയമാണ്. കാരണം തൻ്റെ ഇത്തരമൊരു ലേഖനം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരുമിക്കാൻ കാരണമായെങ്കിൽ അത് നന്നായി എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്ന നിലയും
അവസാനം ശശി തരൂർ സ്വീകരിക്കുന്ന നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള അനൈക്യം, അഭിപ്രായ ഭിന്നത, പരസ്യമായ വിഴുപ്പലക്കൽ, അതിലെല്ലാം മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ 8-8.5 വർഷമായി പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരുക്കങ്ങൾ ലീഗ് ആരംഭിച്ചു. എന്നാൽ അടിപിടി തുടരുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യം മനസ്സിലാക്കണമെന്നും അത് തിരുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ മുൻകൈ എടുക്കണമെന്നും ലീഗിന് ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നത്.